വല്ല പാലത്തിന്റെ അടിയിലൊക്കെ ഇട്ട് കത്തിച്ച് കളഞ്ഞവളെ എന്റെ പിന്നാലെ നടന്ന് അന്വേഷിക്കാൻ നിനക്ക് എന്താണ് ജഗതിയുടെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? അല്ല, ഇവന്റെ വാക്കും കേട്ട് ഇതൊക്കെ വിശ്വസിച്ച് ഇവന്റെ പിന്നാലെ കൂടിയ കളക്ടർ മാഡത്തിന് ഇത് എന്ത് പറ്റി? അല്ല, ഭർത്താവ് ജയിലിലായപ്പോ തലയ്ക്കകത്തുള്ള നട്ടും ബോൾട്ടും ഒക്കെ കട്ടയും പടമായോ? ഇങ്ങനെ ആളായി നിന്ന് ആടി തിമിർക്കൊന്നും വേണ്ട. ഇതിനകത്ത് കാർത്തിക ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞ പിന്നെ നിന്റെ ജീവിതം കൽത്തുറങ്ങില്ല. അതിന്ന് പിന്നെ നീ പുറത്തു വരണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം. അല്ല, ബുദ്ധിപരമായിട്ടൊക്കെ കളിക്കാൻ നീ പഠിച്ചതാണോ അതോ കളക്ടർ അമ്മ പറഞ്ഞു തന്നതാണോ? ആര് പറഞ്ഞു തന്നാലും ശരി, മധുശ്രീയെ പൂട്ടാനുള്ള വിദ്യയൊന്നും നിന്റെയൊക്കെ നിഘണ്ടുവിൽ ഇല്ലടാ. അടിതടവ് പഠിച്ച ഒരു ഐറ്റം അതാണ് ഈ മധുശ്രീ. മോൻ ചെല്ല്, കളക്ടർ അമ്മ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാവും. ആ പിന്നെ ആ മുഖത്തെ ചമ്മലങ്ങ് തൂത്ത് കളഞ്ഞേക്കണേ, കാണാൻ മഹാവൃത്തിയടാ. കളിയപ്പോ അങ്ങനെയാ. ജഗദീപ് അവിചാരിതമായിട്ടല്ല എന്നെ അവിടെ കണ്ടത്. കാലേക്കൂട്ടി തയ്യാറാക്കിയ തിരക്കഥയിലെ ഒരു സീനാണ് അപ്പോൾ അവിടെ നടന്നത്. ബാക്കിയുള്ള സീനാ ഈ നടക്കുന്നത്. മോളെ കളക്ടർ കൊച്ചമ്മേ, നീ ഹരിശ്രീ പഠിച്ചപ്പോ ഞാൻ പഠിച്ചത് അതെങ്ങനെ തലതിരിച്ചെഴുതാമെന്നാ. ഇതുവരെ എത്തിയതും അതേ തലതിരിവിൽ തന്നെ. അപ്പോ പിന്നെ ആ എന്നെ നീ തറപണി പഠിപ്പിക്കാൻ വരല്ലേ? ഹലോ. എടാ ജോസേ, കളക്ടർ ശാലിനി എന്നെ സ്കെച്ച് ചെയ്തോണ്ട് പിന്നാലെ വരുന്നുണ്ട്. ആ കാർത്തികയെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റണം. നീ മനസ്സിൽ കാണുമ്പോ ഞാനങ്ങ് മാനത്ത് കാണുവടി. ഒരു 5 മിനിറ്റ് നീ അവിടെ കെടാ. എന്റെ പിള്ളേർക്ക് അവരുടെ പണി ഉത്തരവാദിത്വത്തിൽ ചെയ്യണ്ടേ? ഇല്ലേ നിന്നെ കണ്ടവര് പേടിക്കും. അങ്ങനെ അവർക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവളെ കാർ എടുക്കൂല. കള്ളത്തരത്തിന്റെ ഈറ്റില്ല തടി എന്റെ ജനനം. മൈൻഡ് റീഡിംഗ് എന്നൊരു പരിപാടിയുണ്ട്. നീ മനസ്സിലോർത്താ മതി, ഞാനത് ഇവിടെ പറയും. ആ എന്റെ അടുത്ത അവളുടെ ഒരു തരികിട കാർ ചേസിങ്.
അവൾക്ക് മുടിഞ്ഞ ബുദ്ധിയെ. എന്നെ തടവിലാക്കിയിട്ട് അവൾക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ നേടാനുണ്ട്. ഇവരിപ്പൊ എന്നെ ഇവിടുന്ന് മാറ്റും. ഓക്കെ, ശാലിനി വരുമ്പോ എന്നെ ഇവിടെ കെട്ടിയിട്ടിരുന്നു എന്നറിയാൻ എന്തെങ്കിലും ഒരു അടയാളം വേണം. എന്നെ കൊന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ പോകുന്ന എന്തെങ്കിലും ഒന്ന്. ശരി, ഓക്കെ. വാടാ, എത്രയും പെട്ടെന്ന് ഇവളെ ഇവിടുന്ന് മാറ്റണം. ഇവിടേക്ക് മാറ്റണമെന്ന് പറഞ്ഞോ? അത് പതിയെ പറയാമെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടുന്ന് മാറ്റാൻ പറഞ്ഞു. കളക്ടർ ശാലിനി വിഷ്ണു ഇവളെ തിരഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അവർക്ക് എന്നാത്തിന്റെ കേടാ? ഇനി പെറുക്കി കെട്ടി ഓട്ടത്തോടോട്ടം. എടി, നീ എത്ര കുതറിയാലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. വെറുതെ രക്ഷപ്പെടാൻ ശ്രമിച്ച് ഉള്ള ആരോഗ്യം കളയോടി. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ശാലിനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്താ ഇപ്പൊ ഇടുക? നീ എന്താടി കയ്യാങ്കളി എടുക്കുന്നോ? അത് ഞങ്ങളുടെ അടുത്ത്. എണീക്കടി. വാടിയോട്ട്. വാടിയുടെ. വാ. ഇനിയിപ്പോ എന്ത് ചെയ്യും മേഡം? ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ ഇതല്ലായിരുന്നു. പഠിച്ച കള്ളി അവള്. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം. കാർത്തികയെ കണ്ടെത്തിയേ ഒക്കൂ. നിങ്ങൾ ഇതുവരെ പോയില്ലേ? പിന്നാലെ ഓടി വരാൻ നല്ല ഉത്സാഹമായിരുന്നല്ലോ. ഓ, കാർത്തിക ഇവിടെ ഉണ്ടെന്ന് കരുതിയുള്ള വരവായിരുന്നു അല്ലേ? വരുന്ന വരവ് കണ്ടപ്പോ ഞാൻ കരുതി ഇപ്പൊ എന്നെ കളക്ടറുടെ അധികാരം വെച്ചങ്ങ് അറസ്റ്റ് ചെയ്യുമെന്ന്. പക്ഷെ പുലി പോലെ വന്നവരിങ്ങനെ പൂച്ചകളെ പോലെ നിൽക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എടാ ജഗദീപേ, നിനക്കെങ്കിലും അല്പം വിവരം ഉണ്ടാവുമെന്നാ ഞാൻ കരുതിയത്. എന്തായാലും നടന്നത് നടന്നു. മരിച്ചവരോ മരിച്ചു. ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് കൂടി അവരുടെ പേരിൽ സ്വൈര്യം കൊടുക്കില്ലെന്ന് വെച്ചാ വലിയ കഷ്ടാണേ. മതിയടി നിന്റെ അഭിനയം. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് കാർത്തിക ഇവിടെ നിന്ന് മാറ്റിയത് നിന്റെ മിടുക്ക്. അത് മറച്ചു വെച്ച് കാർത്തിക വീണ്ടും മരിച്ചു എന്ന് സമർത്ഥിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ സത്യം നിന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള അധികാരം എനിക്കുണ്ടെന്ന് പ്രത്യേകിച്ച് നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതെ, അവളെ കാരണം നോക്കി ഒന്നും പൊട്ടിക്കണം മാഡം. അപ്പൊ തത്ത പറയുമ്പോൾ അവളെല്ലാം പറയും. മാഡത്തിന് കൊടുക്കാൻ പറ്റില്ലേ? പറ, ഞാൻ എണ്ണം കൊടുക്കാം. എനിക്കും ഒക്കെയാണ്. സുസ്മിത ഇല്ലാത്തത് കൊണ്ട് കൊള്ളാം. എല്ലാവരെയും നീ വാഗൊണ്ടല്ലേ അടിക്കൂ. കൈ ഓങ്ങാൻ പോലും നിനക്ക് ഗഡ്സ് ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ലേ? നിങ്ങള് കാർത്തികയും കൊണ്ടേ പോകൂന്ന് തീരുമാനിച്ചുറപ്പിച്ചാ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ജോലി തിരക്കൊന്നും കാണില്ല. പക്ഷെ എനിക്ക് അങ്ങനല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്നാ പിന്നെ വരട്ടെ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ. ജഗതി, ആ മുറി കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒരാളെ കൊണ്ടുവന്ന് രഹസ്യമായി താമസിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായതായി തോന്നിയില്ലേ? ഒരു പഴയകാല സിനിമയിലെ ഒളിസങ്കേതം പോലൊരു സെറ്റപ്പ്. അങ്ങനെ ഒരു ഡൗട്ട് എനിക്കും ഇല്ലാതില്ല. അങ്ങനെയാണെങ്കിൽ ആ മുറി നമുക്കൊന്നുകൂടി പരിശോധിക്കണം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസറിനുള്ളത് സീസറിനെന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഒരു തെളിവ്. അതിപ്പോ സേഫ്റ്റി പിന്നെങ്കിൽ സേഫ്റ്റി പിൻ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് അവശേഷിപ്പിക്കുന്നൊരു തോന്നൽ. ദൈവത്തിന്റെ ഒരു അടയാളം, കേസിലേക്ക് തുറക്കാൻ പറ്റുന്നൊരു ഓപ്പൺ കീ, അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് മനസ്സ് പറയുന്നു. കാർത്തികയിലേക്ക് എത്താനുള്ളൊരു ചവിട്ടുപടി. ചില കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ സിനിമയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. എത്ര സമർത്ഥനായിട്ടുള്ള കുറ്റവാളിയാണെങ്കിലും അവനെതിരെ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് എന്നുള്ള രീതിയിൽ ഒരു തെളിവ് അതെവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു കയ്യൊപ്പ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടെത്തിയിട്ട് തന്നെ കാര്യം.
വാ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ശാലിനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്താ ഇപ്പൊ ഇടുക? ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു പിടിവലി നമുക്കിവിടുന്ന് കിട്ടുമെന്ന്. കാർത്തിക് അണിഞ്ഞിരുന്ന ബ്രേസ്ലെറ്റ് ആയത്. എന്റെ ഊഹം ശരിയാണെങ്കിൽ സത്യാമ്മ വാങ്ങിച്ചു കൊടുത്തത്. നമ്മൾ ഇവിടേക്ക് വരുമെന്ന് അറിഞ്ഞ നിമിഷമാണ് കാർത്തിക് ഇവിടുന്ന് മാറ്റിയിരിക്കുന്നത്. അല്ല, ഇത്ര കൃത്യമായിട്ട് പറയാനുള്ള കാരണം എന്താ? വേഗത്തിൽ ഇവിടെ നിന്നുള്ള ഷിഫ്റ്റിംഗ്. അതിൽ ബ്രേസ്ലെറ്റ് താഴെ വീഴാലോ. അല്ലെങ്കിൽ കാർത്തിക് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തിരക്കി വരുന്നവരെ ധരിപ്പിക്കാൻ കാർത്തിക തന്നെ ഇതിവിടെ ഊരിയിട്ടു. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, കാർത്തിക ജീവിച്ചിരിക്കുന്നു. മധുശ്രീക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ പങ്കുണ്ട്. ഇനി എന്താണ് മാഡം അടുത്ത നീക്കം? ഇനിയാണ് കാര്യങ്ങൾ വേഗത്തിൽ പോവേണ്ടത്. എന്നാ പിന്നെ താമസിക്കണ്ട, നമുക്ക് വേഗം തന്നെ പുറത്തേക്ക് പോവാം. വന്ന് വന്ന് ഞാനൊരു പ്രൈവറ്റ് CID ആയിട്ട് മാറുന്ന എൻ്റെ ഒരു പേടി. വേണ്ടി വരും ജഗദീപേ. നമുക്കിനി ഇതും കൊണ്ട് കോടതിയിലെത്തണം. പക്ഷെ അതിനു മുമ്പ് കുറച്ച് പണികൾ കൂടി തീർക്കാനുണ്ട്. കാർത്തിക് ജീവിച്ചിരിക്കുന്നു എന്നതിന് നമുക്ക് ഈ ബ്രേസ്ലെറ്റ് തെളിവായി ഹാജരാക്കാവുന്നതാണ്. പക്ഷേ ഇത് മാത്രം കാണിച്ചുകൊണ്ട് കോടതി വിശ്വസിക്കുമോ? ഇത് കിട്ടിയിരിക്കുന്ന സ്ഥലം മധുശ്രീയുടെയും ചന്ദ്രബോസിന്റെയും രഹസ്യ സങ്കേതമല്ലേ? അനു, ഇതെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് നീക്കണം. കഴിയുമെങ്കിൽ സ്വർണ്ണക്കടക്കാരനെയും അയാളുടെ കടയിൽ നിന്നും വാങ്ങിയ ഈ ബ്രേസ്ലെറ്റും നമുക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞ നമ്മൾ വിജയിച്ചു. മാഡം ഫോട്ടോ ഇട്ടോളൂ, ഞാൻ ഇപ്പൊ തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്യാം. ആ ശരി അനു. ആ ശരി മാഡം. മാഡം, നമ്മളിപ്പോ എങ്ങോട്ടായി പോകുന്നത്? നമുക്കിനി ഇതും കൊണ്ട് കോടതിയിലെത്തണം. നമ്മൾ ഈ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇനി കാണേണ്ടവരെ മറ്റാരൊക്കെയോ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജഗദീപ്. ഈ കേസിൽ വിഷ്ണുവേട്ടൻ നിരപരാധിയാണെന്ന് ഈശ്വരനറിയാം. അതിന്റെ ഏറ്റവും വലിയ തെളിവാ നമുക്ക് കിട്ടിയ ഈ ബ്രേസ്ലെറ്റ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ആളും നമ്മളുമായി സഹകരിക്കുകയാണെങ്കിൽ
അതും നമുക്ക് കോടതിയിൽ ഗുണമാവും. എനിക്ക് ഉറപ്പുണ്ട് നമ്മളെല്ലാ തടസ്സങ്ങളും അതിജീവിക്കും. അല്ലാതെ മറ്റൊരു വഴിയില്ല. അതോ ഇനി കേട്ടിട്ട് കുറച്ചെടുത്ത് വിളിക്കട്ടെ? ഉടനെ അങ്ങ് വിളിക്കേട്ട് അനുസരണ കാണിക്കാൻ ഇത് പള്ളിക്കൂടമൊന്നും അല്ലല്ലോ എന്നുള്ള ഭാവമായിരിക്കും അല്ലടാ. എടോ ഞാൻ പറയുന്നൊന്നും ഇവൻ അത്ര പിടിക്കുന്നില്ല കേട്ടോ. പുറത്തോട്ട് ഇറങ്ങുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോണം. തരത്തിന് കിട്ടിയാലേ ചിലപ്പോ എന്നെ ഒന്ന് ഞോളിക്കളയാനുള്ള ദേഷ്യമുണ്ട് ചെക്കന്. അത് പിന്നെ ഉണ്ടാതിരിക്കോ സാറേ? അമ്മാതിരി ചെയ്ത്തല്ലേ സാർ ചെയ്തത്? എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ച അവര് ഭാര്യയും ഭർത്താവ് ഒന്നിക്കാൻ പോയത്. അപ്പോഴേക്കും വിലങ്ങുമായി സാറവിടെ എത്തിയില്ലേ? ആ ഉണ്ടോടാ? അതിന് നിനക്ക് എന്നോട് വരയുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, മുഖത്ത് നോക്കി, ആണുങ്ങളെ പോലെ. അതുകൊണ്ട് അവൻ എന്താടാ നീ എന്താ പേടിപ്പിക്കുകയാണ്? നിന്ന് തന്നതാ ബോസേ, നാവുണ്ടോന്ന് പരിശോധിക്കണ്ടേ? അപ്പൊ നിന്റെ ആ പഴയ ശൗര്യൊന്നും അടങ്ങിയിട്ടില്ലല്ലേ? അതെങ്ങനെ അടങ്ങാനാ ചന്ദ്രബോസേ? ഈ അണലി വർഗത്തിൽപ്പെട്ടൊരു പാമ്പുണ്ട്. സഞ്ചരിക്കുന്നത് വളരെ പതുക്കെയാ, പക്ഷെ കടിച്ച 100 മുകളിലോട്ട് എടുക്കുന്ന. പക്ഷെ സമയമുണ്ടല്ലോ നിനക്കും എനിക്കും. തന്നോളാം ഞാൻ, എല്ലാത്തിനും കൂടി ഒരുമിച്ച് ഞാൻ തന്നോളാടാ. സാറിന്റെ ഇഷ്ടം? ഓ, എന്റെ ഇഷ്ടത്തിന്റെ കണക്ക് നീ എടുക്കാൻ തുടങ്ങിയാൽ നീ അത് താങ്ങത്തില്ലടാ. അത് എടുത്തു നോക്കിയാലല്ലേ ബോസേ പറയാൻ പറ്റൂ. എന്നിട്ട് തീരുമാനിക്കാൻ താങ്ങുന്നതാണോ അല്ലേന്ന്. എന്താടാ നിനക്ക് ജീവിക്കണമെന്നില്ലടാ? ജീവിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. നല്ലൊരു ജീവിതം കിട്ടാനാ പഴയ പണിയൊക്കെ നിർത്തിയിട്ട്
നല്ല പിള്ള ഇമേജ് സ്വീകരിച്ചത്. പക്ഷെ അതിലൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായപ്പോ പഴയതൊക്കെ ഇപ്പൊ പൊട്ടി തട്ടിയെടുത്താലൊന്ന് ആലോചിക്കപ്പോ. അപ്പൊ പെടുവരണോ നീ ആഗ്രഹിക്കുന്നല്ലേ? ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ മരിക്കുന്ന തന്നെയാ നല്ലത്. അതിപ്പോ എങ്ങനെ മരിച്ചാൽ എന്താ അല്ലേ? പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്തു തീർക്കേണ്ടതെല്ലാം ചെയ്തു തീർത്തിട്ടേ മരിക്കൂ. നല്ല വെട്ടിപ്പായിട്ട് തീർത്തിട്ടേ പോവുള്ളൂ.